കൊണ്ടൊന്നും തോന്നുന്നില്ല. സുഹൃത്തുക്കളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ആഹ്ലാദം നൽകുന്ന താക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനം എന്നതിനേക്കാൾ ഉപരി എന്നോടൊപ്പം എഴുതി തുടങ്ങിയതോ ചിന്തിച്ചു തുടങ്ങിയതോ അവര് യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരാണ്, ചിലർ റിട്ടയർ ചെയ്യാൻ പോകുന്നു. പിന്നെ എം വി നാരായണ മാഷിനെ പോലുള്ളവർ അതിൽ കടന്ന് വൈസ് ചാൻസലർ ആയിരുന്നു. എല്ലാവരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നു. ആ സൗഹൃദത്തിന്റെ ഉദാഹരണത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഇല്ല. ഞാൻ പ്രകാശിപ്പിച്ച എന്റെ പുസ്തകം പ്രകാശിപ്പിച്ച KC ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്റെ പല ലേഖനങ്ങളും ഭാഷാഘോഷണിയിൽ പബ്ലിഷ് ചെയ്യുന്ന ആളാണ്. കൂടുതൽ എഴുതാൻ എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുന്ന ആളാണ്. KCയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങിയ നാരായണ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ എൻ്റെ പഴയ സുഹൃത്തുക്കൾ ഹാരിസ് പടിയില്ല, നമുക്കറിയാം. PP രവീന്ദ്രൻ മാഷ് എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ മനോജ്, ലൂസി, അങ്ങനെയുള്ളവർ കൂടത്തിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സുധാകരൻ മാഷ്, സത്യപാലൻ, എല്ലാവരും കൂടെ ഉണ്ട്. പത്തനംതിട്ടയിൽ നേരത്തെ KV തമ്പി മാഷിനെ കുറിച്ച് പറഞ്ഞു. KV തമ്പി മാഷും ഞാനും കൂടി പത്തനംതിട്ടയിൽ സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുവാണ്. അന്നുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ ബാബുജോനും മോഹനാക്ഷനും ഒക്കെ ഇവിടെ എത്തി. പിന്നെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഞാൻ വെളിയിൽ വന്ന ശേഷം 93 കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ മലയാള സാഹിത്യ സമീപനം ശില്പശാല ഒരുപാട് പേരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചതാണ്. അപ്പൊ അതിന്റെ മുഖ്യ സംഘാടകരായിരുന്നു ജോർജ്, പവിത്രൻ പോയിരുന്നു. അപ്പോൾ ജോർജ്, പവിത്രൻ തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തി. നവസിദ്ധാന്തങ്ങൾ എന്ന സീരീസ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ജോർജ് എഴുതി, മധു എഴുതി, മധു എഴുതി, സുധാകരൻ മാഷ് എഴുതിയിരുന്നു, ദിലീപ് രാജ് അന്ന് എംഫിൽസ് വിദ്യാർത്ഥിയായിരുന്നു. ദിലീപ് രാജ് അതിലെഴുതി, ബിജു എഴുതി. ബിജു ഇപ്പോൾ തേവര കോളേജിന്റെ പ്രിൻസിപ്പലാണ്. ഒരുപക്ഷെ ഞാൻ ഒരു അക്കാഡമിക് ആയിരുന്നെങ്കിൽ ബിജുവിനെ പോലെയൊക്കെ ഇവിടെ ഇരിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതായില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തെ സാധ്യമാക്കിയൊരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പഴയ സുഹൃത്തുക്കളും വരുന്നു. അവരോടെല്ലാവരോടും വലിയ സന്തോഷവും നന്ദിയുമുണ്ട്. സിനിമാ രംഗത്തുള്ള എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി പറയേണ്ട ചില കാര്യങ്ങൾ കുറിച്ച് ആര്യയെ കുറിച്ച് പറയണം. ആര്യ പുസ്തകം പരിചയപ്പെടുത്തി ഏറ്റവും പുതിയ തലമുറയിലെ ഗവേഷകയാണ്. ആര്യ വളരെ പാടുപെട്ട് പുസ്തകം വായിച്ചിട്ടുണ്ട്. 2 ആഴ്ച ഈ വളരെ പാടുപെട്ട ഈ പുസ്തകം വായിക്കുകയും നിരവധി അച്ചടിപ്പിച്ചലുകൾ അവർ തിരക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയും എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് എന്റത് മാത്രമാണ്. ആര്യ ഒരുപാട് പിശകുകൾ അതിനകത്ത് കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്തു. അപ്പോ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്കോളറിന് ഈ പുസ്തകം ഏറെക്കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നാളുകൾ നീക്കി വെച്ചതാണ്. അത് ഒരു അപര്യാപ്തത ബോധം കൊണ്ടുകൂടിയാണ്. പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ളതുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എൻ്റെ ലേഖനങ്ങളെ കുറിച്ച്. ആ സംശയങ്ങൾ ഒരു വലിയ പരിധി വരെ ആര്യാണ്. അപ്പൊ ആര്യോട് ഞാൻ നന്ദി പറയുന്നു. ഈ പുസ്തകത്തിൽ ഞാൻ കഠിനമായി വിമർശിച്ച ആളുകളുണ്ട്. അതിലൊന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ കൂടെ വരേണ്ടതാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ യാത്ര കഴിഞ്ഞ് പനി പിടിച്ച് കിടക്കുകയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. പിന്നൊന്ന് സച്ചി മാഷാണ്. ഇങ്ങനെയുള്ള മഹാരഥന്മാരെയൊക്കെ 26-27 വയസ്സുള്ളപ്പോൾ മാതൃഭൂമിയിലൂടെ എഴുതി നെട്ടൂരം ആയി വിമർശിച്ച ഒരു ലേഖനം. ആ ലേഖനമുണ്ട്. അന്ന് എൻ്റെ ലേഖനം അതിനകത്ത് വന്നപ്പോൾ 98 അവർ വിലയിരുത്തിക്കൊണ്ടുള്ള ലേഖനമായിരുന്നു. ബാലേന്ദ്രൻ അത് വലിയ വിഷമമായി. കാര്യം എൻ്റെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു. നേരത്തെ അൻവറലിയുടെ വിമർശനത്തെ കുറിച്ച് ജോസഫ് പറഞ്ഞു. അതേ ലേഖനത്തിലാണ് ബാലേന്ദ്രന്റെ വിമർശനം.
ബാലചന്ദ്രൻ എന്നിട്ട് അടിയനും കുടിച്ചോട്ടെ കരിക്കാടി എന്ന് പറഞ്ഞൊരു പ്രതികരണം മാതൃഭൂമിക്കകത്ത് എഴുതി. ഒരു 2 പേജുകൾ നിറയുള്ള കത്ത്. അന്ന് സഹദേവൻ നേരത്തെ രാവിലെ കേസി നമ്മളോട് പറഞ്ഞു, സഹദേവൻ എന്നോട് വന്ന് വിഷമിച്ചു. കാര്യം എവിടുന്നോ പേര് ഊരുമില്ലാത്ത ഒരുത്തം വന്നിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാരനെയും സച്ചിദാനന്ദനെയൊക്കെ മാതൃഭൂമിയിലൂടെ ഇങ്ങനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പൊ ഞാൻ സഹദേവനെ വിളിച്ചു പറഞ്ഞു, ആ കത്തിന് എനിക്ക് മറുപടി എഴുതണം. അങ്ങനെ ഞാൻ അതിന് മറുപടി എഴുതി കഴിഞ്ഞപ്പോൾ അടുത്തത് സച്ചിദാനന്ദനാണ് വലിയൊരു പ്രതികരണമായി വന്നത്. അതിനും ഞാൻ മറുപടി എഴുതി. അതിന് ഇവര് 2 പേരും കൂടി മറുപടി എഴുതാൻ ശ്രമിച്ചപ്പോൾ MT വാസുദേവൻ ഇനി അത് കൊടുക്കുന്നുണ്ടാവും. കാരണം ഈ മറുപടികളോട് എത്തിയില്ലേ. പക്ഷേ അതെല്ലാം കഴിഞ്ഞു പോകുന്ന സൗഹൃദം ബാലചന്ദ്രനുമായിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നത്. ഞങ്ങളുടെ എഴുത്തുകാരുടെ യൂണിയന്റെ പ്രസിഡന്റാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ. സംഘടനാപരമായി എൻ്റെ അടുത്ത സഹപ്രവർത്തകനാണ്. പിന്നെ ഞാൻ വളരെ കഠിനമായി വിമർശിച്ച് എന്നോട് വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു VC ശ്രീധരൻ മാഷ്. പക്ഷെ VC ശ്രീധരൻ ഈ കഴിഞ്ഞ ആഴ്ച ജോർജ് വരെ സംസാരിച്ചതിന് ശേഷം ജോർജിനോട് VC ശ്രീധരൻ മാഷ് പറഞ്ഞു, ഉണ്ണികൃഷ്ണന്റെ പുസ്തകം വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അയാൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ ധൈര്യത്തിൽ ഞാൻ VC ശ്രീധരൻ മാഷിനെ വിളിക്കുകയും ശ്രീധരൻ മാഷ് പഴയതെല്ലാം പുറത്തുകൊണ്ട് കൂടുതൽ എഴുതണമെന്ന് പറയുകയും ഞാൻ പിന്നീട് എഴുതിയ ലേഖനങ്ങളെ കുറിച്ച് വലിയ നല്ല വാക്കുകൾ പറയുകയും. അതുപോലെ ജോസി പറഞ്ഞ KP-അപ്പനൊക്കെ ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് എന്ത് വലിയ ഐക്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ലേഖനം എഴുതി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ലാൻഡ് ഫോണിൽ എനിക്കൊരു ഫോൺ കിട്ടുന്നു. ഞാൻ അപ്പനാണ്, സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊല്ലത്തേക്ക് വരും. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം അത്രയത്തോളം അദ്ദേഹത്തിലാണ് കഠിനമായിട്ട് വിമർശിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ കൊല്ലത്തെ വീട്ടിൽ ചെന്ന് അദ്ദേഹം എന്നെ കാറിൽ കയറ്റി ബീച്ചിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനോടൊപ്പം സംസാരിച്ച് തിരിച്ചു വന്ന് ഖസൻ സർഫീസിന്റെ ഒരു പുസ്തകം കയ്യൊപ്പോട് പോയി എനിക്ക് തന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ടവറിംഗ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ എവിടെയൊക്കെയോ അത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇനി പറയാനുള്ളത് VC ഹാരിസിനെ കുറിച്ചാണ്. ഹാരിസിനെ കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയ വാചകങ്ങൾ മാത്രം വായിക്കാം. ഈ സമാഹാരത്തിലെ 4 ലേഖനങ്ങൾ VC ഹാരിസിനോടുള്ള എന്റെ അപരിമേയ സൗഹൃദത്തിൽ എഴുതപ്പെട്ടതാണ്. ഹാരിസ് എനിക്ക് എന്തായിരുന്നു എന്ന് ചെറുതായെങ്കിലും ആ എഴുത്തുകൾ വെളിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. നമ്മളിൽ ഒരാളുടെ കടന്നു പോകൽ മറ്റൊരാൾ കാണേണ്ടി വരുമല്ലോ എന്ന അറിവിൽ കിനിയുന്ന പരമാണുവിനോളം ചെറിയ കണ്ണീർ കണത്തിലൂടെയാണ് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഇത് വെറുതെയുടെ വാചകങ്ങളാണ്. ഹാരിസിനെ ഞാൻ സദാ ഉള്ളിൽ കയറുന്നു. എന്റെ എല്ലാ സാധ്യതകൾക്കും അയാൾ മധ്യസ്ഥം പറയുന്നു. And you, my friend, but stay with me. ഇതാണ് ഞാൻ ഹാരിസിനെ കുറിച്ച്. തീർച്ചയായിട്ടും ഹാരിസിനെ ഞാൻ ഓർക്കുന്നു. ന്യൂസിനെ പോലുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഓർക്കുന്നു. സന്തോഷം. പിന്നെ ഒരു വേദിയിൽ ഞാൻ സംസാരിക്കാത്ത കാര്യമുണ്ട്. മാധ്യമങ്ങൾ ചിലരെങ്കിലും ഞാൻ ഇതുവരെ സിനിമാ രംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ ഞാനായിരിക്കാം ഒരേ ഒരാളെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ പോലും നിങ്ങൾക്ക് ഒരു ചലച്ചിത്ര വരികയിൽ കാണാൻ സാധിക്കില്ല. ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിലും എൻ്റെ ഒരു കുടുംബത്തെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് ഞാനത് പറയേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് മുതൽ ഉള്ള കൂട്ടാണ് പാർവതിയുമായിട്ടുള്ളത്.
സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ സിലബസിൽ ഫുക്കോ ലക്കാൻ എല്ലാം ഉണ്ടായിരുന്നു. അനുമതി ഡോക്ടർ ആൻഡ്രൂയുടെ നേതൃത്വത്തിൽ ഹാരിസ് കൂടി ചേർന്നുണ്ടാക്കിയ ഒരു വലിയ സിലബസാണ്. പക്ഷെ ആ പുസ്തകങ്ങൾ അവിടെ ഇല്ല. പക്ഷെ എങ്ങനെ നമ്മൾ പഠിക്കും, എങ്ങനെ വായിക്കും? അന്ന് ഹാരിസ് ഞങ്ങൾക്ക് റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് ഒരു ഫോട്ടോകോപ്പി അപ്പൊ ഉച്ചവരെ അവിടെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് സെമിനാർ കൊടുക്കുന്നത്. അങ്ങനെ റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് എന്ന ഫോട്ടോകോപ്പി എന്റെ കൂടെ വായിച്ചു തുടങ്ങിയതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെങ്കിലും വെറുതെയുടെ റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് ഒരുമിച്ച് വായിച്ച് ആരെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് സംശയം. ഒരു സാധ്യതയും അതിൽ കാണാത്ത ഒരു സമയത്ത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അവര് ആഗസ്റ്റ് എടുത്തു എന്നുള്ളതാണ്. റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് എന്നോടൊപ്പം വായിച്ച് എന്നോടൊപ്പം ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവർ എൻ്റെ എല്ലാ എഴുത്തിൻ്റെയും ആദ്യ വായനക്കാരിയാണ്. എനിക്ക് തോന്നുന്നു എന്നെ നിലനിർത്തുന്ന സാധ്യതയാണ് പാർവതിയോട് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ പുസ്തകം എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിന് ചില സൂചനകൾ എനിക്ക് എന്റെ മറ്റ് ഇടപെടലുകളിൽ കൂടെ കിട്ടാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു കച്ചവട സിനിമയിൽ എത്തുകയാണ് ഇത്രയ്ക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് എന്തിനാവുന്നു? രാവിലെ സുധാകരൻ മാഷ് ഏകദേശം അതൊക്കെ തന്നെയാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ യാതൊരു വിധത്തിലുള്ള പ്രത്യയശാസ്ത്ര വൈവിധ്യങ്ങളും ശാസ്ത്ര രാഷ്ട്രീയ ശരിയുടെ മഹാശുദ്ധിയിൽ നിന്നുകൊണ്ട് ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരോട് നല്ല നമസ്കാരം എന്ന മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പലതാണ് എന്ന് മറ്റാരേക്കാളും എനിക്കറിയാം. പലതായി നിൽക്കുന്ന ഞാൻ നേരത്തെ KC സംസാരിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ എഴുത്തുകൾ അൺസെറ്റിൽ ചെയ്യുന്നതാണ്. കാരണം ഞാൻ തന്നെ അൺസെറ്റിലാണ്. അതുകൊണ്ട് പലതായി നിൽക്കുന്ന പല തത്വങ്ങളിലൂടെ കടന്നു പോകുന്ന എനിക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് വളരെയധികം ബോധ്യം തോന്നുന്നു ഇതുപോലത്തെ എഴുത്തുണ്ടാവും. അല്ലാത്ത സമയം ഞാൻ പട്ടുപൊളിപ്പൻ സിനിമ ചെയ്യും, ചലച്ചിത്ര രംഗത്തെ തൊഴിലാളികളുടെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു UGC ഇൻക്രിമെന്റോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പോ ഒരു പ്രൊഫസർഷിപ്പോ എന്റെ അജണ്ടയിൽ ഇല്ല എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യമായി ഞാൻ കാണുന്നു. ആ സ്വാതന്ത്ര്യം ഇനിയും അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. വന്ന എല്ലാവർക്കും നന്ദി.